ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് വിഭവമാണ്. പരമ്പരാഗതമായിട്ട് ക്രിസ്മസിന് തയ്യാറാക്കി വരുന്ന ഒരു സ്നാക്കാണിത്. കുൽക്കുൽസ് എന്നും കൽക്കൽസ് എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. വളരെ രുചികരമായ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ റവ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ വറുത്തതോ വറക്കാത്തതോ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. ഉരുക്കിയ നെയ്യ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യെല്ലാം ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാൽ ഒരുമിച്ച് കുറെ അങ്ങ് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത് തിളപ്പിച്ച പാലല്ല കേട്ടോ, സാധാരണ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരുന്ന പാലാണ്. 1/4 കപ്പിലും താഴെ പാല് മാത്രമേ ആവശ്യമുള്ളൂ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ കുഴച്ച് വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ലൂസായി പോയാൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇതൊരു 10-15 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മാവ് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. തീരെ ചെറിയ ബോൾസ് ആയിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പൊ ബോൾസ് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പരത്തി എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതിന്റെ 2 സൈഡിലും നന്നായിട്ട് എണ്ണ തേച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബോൾ എടുത്ത് ഇതുപോലെ ഫോർക്കിന്റെ പുറകുവശത്ത് ഇങ്ങനെ വെച്ച് അമർത്തിയെടുക്കാം. ഒരുപാട് ബലം കൊടുക്കണ്ട, പതിയെ ഒന്ന് മടക്കി എടുത്താൽ മതിയാവും. ഉപയോഗിക്കാത്ത പുതിയ ചീപ്പൊക്കെ വാങ്ങിച്ചതുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചീപ്പിലും ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഫോർക്കിലത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാം ഇതുപോലെ തന്നെ ചുരുട്ടിയെടുക്കാം. എല്ലാ ബോൾസും ഞാൻ പരത്തി ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്തു പോകും. ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പൊ ഇതായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. കുൽക്കുൽസ് റെഡി ആയിട്ടുണ്ട്. ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈനിന്റെ കൂടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു വൈനിന്റെ റെസിപ്പിയുമായിട്ട് കാണാം. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.